ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രതാപേട്ടന്റെ ഉയർച്ചയ്ക്ക് പ്രധാന കാരണം സൂര്യമംഗലം കൊട്ടാരമാണ്. ഈ വീടിന്റെ എല്ലാ സമ്പാദ്യങ്ങളും സൂര്യമംഗലം കൊട്ടാരത്തിന്റെ ദാനമാണ്. അത് പലരും മറന്നു കളഞ്ഞു. എനിക്കവരെ കൊല്ലണമേ. എന്റെ ദീപകെ, നീ അഭ്യാസമൊന്നും ഇറക്കല്ലേ. ദേ, അവരെങ്ങാനും കേട്ട് വന്നാലേ ഇന്നത്തോട് നിന്റെ കഥ കഴിയും. എടാ, നീ ഒന്ന് കൺട്രോൾ ചെയ്, അല്ലെങ്കിൽ മഹാ കുഴപ്പോ. എനിക്ക് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. അവരാരാ? അവരെനിക്ക് തീരെ പിടിക്കുന്നില്ല. നമ്മൾ ആരാ? അവരുടെ സെർവൻസോ? ദേ ദീപകെ, ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് പറയുക, അവരുടെ പേര് സരസ്വതി എന്നാ. പക്ഷെ കലി വന്നാ അവര് സാക്ഷാൽ ഭദ്രകാളിയാവും. ധാരികനെ അറുത്തതുപോലെ അവര് നിന്നെ അറക്കും. മനസ്സിലായോ? നീയേ ഒന്ന് അടങ്ങ്. ഒന്നാമതേ നിന്നെ കണ്ടപ്പോഴേ അവര് പിശാചി കുരിശു കണ്ടതുപോലെയായി. ക്ഷമയോടെ നിന്നാ അത് നിനക്കും എനിക്കും കൊള്ളാം. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേന്ന് ആരെങ്കിലും ഇങ്ങോട്ട് ഇറങ്ങി വാ. ഛെ. ആ, വർമ്മ സാറിനെ ഒന്നും വിളിക്കണ്ട. എനിക്ക് നിങ്ങളോടാ പറയാനുള്ളത്. കർശനമായ ചില നിർദ്ദേശങ്ങളാണ്. അതായത് വല്യതമ്പുരാട്ടി ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. ആ സ്വഭാവത്തിനനുസരിച്ച് എല്ലാരും നിന്നേ പറ്റൂ. തിരുവായ്ക്ക് എതിർവായില്ലാന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് വല്യതമ്പുരാട്ടി. ഇങ്ങോട്ട് പറയുന്നതെല്ലാം നമ്മൾ അങ്ങ് കേട്ടോണം. അങ്ങോട്ടൊന്നും പറയാൻ പാടില്ല. പറഞ്ഞ ചെപ്പക്കുറ്റിക്ക് അടി കിട്ടും. ഇതെന്താ ഇങ്ങനെ? ആ, ഇതൊക്കെ ഇങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതെന്താ പട്ടാള ചിട്ടയോ? പട്ടാളച്ചിട്ടയല്ല, ഇത് തമ്പുരാട്ടി ചിട്ട. നിനക്കൊരു എല്ല് കൂടുതലാണെന്ന് മനസ്സിലായി. അത് തമ്പുരാട്ടി അങ്ങ് ഊരി എടുത്തോളൂ. എന്റെ എല്ലൂരെ കൊണ്ട് വാ. എടാ, ഒന്ന് അടങ്ങി നിക്കടാ. അവന്റെ ഒരു തർക്കുത്തരം. വീടും പരിസരങ്ങളും വൃത്തിയായിരിക്കണമെന്ന് വല്യതമ്പുരാട്ടിക്ക് നിർബന്ധമാണ്. എല്ലായ്പ്പോഴും ഈ പരിസരത്ത് ഇങ്ങനെ സുഗന്ധം പരന്നുകൊണ്ടേയിരിക്കണം. ആരുടെ മുഖം വാടിയിരിക്കാൻ പാടില്ല. എല്ലാരും എപ്പോഴും സന്തോഷത്തിലായിരിക്കണം. പിന്നെ കരിക്കും വെള്ളം മാത്രമേ തമ്പുരാട്ടി കുടിക്കൂ. കദളിപ്പഴം എപ്പോഴും വേണം. ആ, ദാ. ഇതാണ് ഭക്ഷണക്രമം. എല്ലാ ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അത് ഞാൻ പുറകെ പറഞ്ഞോളാം. ആ, പിന്നെ ഞാൻ തമ്പുരാട്ടിയുടെ കാര്യസ്ഥയാണ്. നിങ്ങളത് മറന്നു വല്ലതും പറഞ്ഞ കച്ചറയാവും. പറഞ്ഞേക്കാം. എന്തായാലും അവര് പറയുന്നതൊക്കെ നമുക്ക് കേട്ടേക്കാം. പ്രതാപന്റെ അമ്മായിയമ്മയല്ലേ? അവര് അത്ര നിസ്സാരക്കാരിയല്ല. അതറിയാത്തവർ അമ്മയെ ചിലപ്പോ തെറ്റിദ്ധരിച്ചതാവാം. ഈ വീടിന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം സരസ്വതി ദേവി തമ്പുരാട്ടിയാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
എന്താ സംശയം അല്ലേ ചേച്ചി? പ്രതാപേട്ടന്റെ ഉയർച്ചയ്ക്ക് പ്രധാന കാരണം സൂര്യമംഗലം കൊട്ടാരമാ. ഈ വീടിന്റെ എല്ലാ സമ്പാദ്യങ്ങളും സൂര്യമംഗലം കൊട്ടാരത്തിന്റെ ദാനമാണ്. അത് പലരും മറന്നു കളഞ്ഞു. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല. പക്ഷേ വർമ്മ സാറിന്റെ ഫാദറിലോ പഴയ MLA മന്ത്രിയോ ആണെന്ന് അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛൻ അവിടുത്തെ ഡ്രൈവറായിരുന്നല്ലോ. എന്റെ അമ്മമ്മയുടെ മുമ്പില് ഇവര് പല്ലുപോയ സിംഹമാണല്ലോ. ഇതിനൊക്കെ എന്തോ കാര്യമുണ്ട്. ഈ സൂര്യമംഗലം തറവാട് എന്റെ അമ്മയുടെ തറവാടല്ലേ? അതെ മോളെ. എന്നിട്ടും എന്റെ അമ്മ എനിക്ക് പലതും മനസ്സിലാവുന്നില്ലല്ലോ. അതൊക്കെ ഒരു വലിയ കഥയാ മോളെ. ആ കഥ അറിയേണ്ട സമയത്ത് മോൾ അറിയും. താർമകൾ കൺപുള്ള തത്തേ വരികടോ താമസശീലമകറ്റേണം ആശുനീ താമോദരൻ ചരിതാമൃത കേട്ടിട്ടൊരു സുമാറില്ലല്ലോ. എന്ത് പാടുപെട്ട ഈ വായിക്കുന്നേ? ഒരക്ഷരം മനസ്സിലാവുന്നില്ല. എന്തോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ. ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞു. ഒന്നും വ്യക്തമായില്ലെങ്കിലും ശബ്ദം ഞാൻ കേട്ടു. ഈ രാമായണ കഥയൊക്കെ എനിക്കും അറിയാം. പക്ഷേ ഈ വായിക്കുന്നത് അങ്ങോട്ട് എനിക്കത്ര മനസ്സിലാവുന്നില്ല. പോകരുത് മാഡം, അത് മാഡത്തിന്റെ അമ്മമ്മയാ. ധിക്കാരൊന്നും കാട്ടരുത്. അതെ, അത് തന്നെ ഞാനും പറഞ്ഞത്. എന്തൊക്കെയാണെങ്കിലും ഏത് കൊട്ടാരത്തിലെ തമ്പുരാട്ടിയാണെങ്കിലും ആ സരസ്വതി അമ്മേ എന്റെ അമ്മമ്മ തന്നെയാണല്ലോ. പക്ഷെ എന്തിനെത്ര ഹെഡ് വെയിറ്റ്, എന്തിനെത്ര ജാട? അവരൊക്കെ വലിയ ആളുകളല്ലേ മാഡം, കുറച്ച് ജാട കാണിച്ചോട്ടെ. വലിയ ആളുകളൊന്നേ ഇത്തരം തലക്കരം കാണിക്കാറില്ല. വലിയ ആളുകളാണെന്ന് ഭാവിക്കുന്നവരാ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന. അതുകൊണ്ട് ഞാൻ ആ മുറിക്കകത്തേക്ക് കയറാൻ പോവാ. എന്റെ സ്വന്തം അമ്മമ്മയാ, എനിക്ക് അമ്മമ്മയോട് സംസാരിക്കണം. ഈ അമ്മാമ്മ മാഡത്തെ വിളിക്കും, ഷുവർ. അപ്പൊ സംസാരിച്ച പോരെ? അകലെ